ഇവരെല്ലാവരും എന്നെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് വന്നവരാണ്. എല്ലാവരും എൻ്റെ നാട്ടുകാരാണ്. അപ്പോൾ ഞാനിവിടെ കൂത്തുറമ്പെന്ന് ലഡാക്കിലേക്ക് അങ്ങനെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി വീഡിയോകളും കാര്യങ്ങളും എല്ലാം ആയിട്ട് നമ്മുടെ വ്ളോഗും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. എല്ലാ ദിവസവും അപ്ഡേറ്റ്സും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അംജിത്ത് കൂടെ ഉണ്ടായിട്ടില്ല. ഭയങ്കര മഴയായിട്ട് നോക്കുമ്പോൾ അംജിത്തിന് ഇരുട്ടിയിൽ നിന്ന് അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ വരുന്ന വഴിയിൽ അംജിത്തിനോട് കയറാമെന്ന് പറഞ്ഞിട്ട് അംജിത്ത് അങ്ങനെ ഇരുട്ടിയിൽ വെയിറ്റ് ചെയ്തത്. ഇപ്പോൾ അങ്ങനെ നമ്മൾ ഇരുട്ടി കഴിഞ്ഞ് അംജിത്ത് കയറിയിട്ടുണ്ട്. അംജിത്തെ പറയും ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറയും. മഴയായതുകൊണ്ട് എന്താ പറയുക, ഫുള്ള് പെട്ടുപോയി. ഇവരാടുന്ന് വലിയ നല്ല ഒരുപാട് ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു യാത്രയായപ്പായിട്ട്. ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ആരും കാണാനും പറ്റിയില്ല. അങ്ങനെ യാത്രയായപ്പെല്ലാം കഴിഞ്ഞ് യാത്രയായപ്പിൽ അംജിക്ക് അങ്ങനെ പങ്കെടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. നമ്മളെ നാട്ടുകാരും നമ്മളെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടേനും ഭയങ്കര ഗംഭീര യാത്രയപ്പെല്ലാം കിട്ടി. പക്ഷേങ്കിൽ എൻ്റെ ലൈഫിൽ എന്താ പറയുക, എനിക്ക് ആദ്യമായിട്ടാട്ടോ ഇങ്ങനത്തെ ഒരു യാത്രയപ്പും കാര്യങ്ങളെല്ലാം കിട്ടുന്നത്. പിന്നെ ഇങ്ങനെ ഒരു ഇതിലെല്ലാം പ്ലാൻ ചെയ്തിട്ട് പോകുന്നതും ആദ്യമായിട്ടാണ്. മുന്നേ ഞാൻ ലഡാക്ക് പോയിട്ടുണ്ട്, പക്ഷേ ഞാൻ എന്താ പറയുക ബൈക്കിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് വണ്ടി എടുത്തിട്ട് പോകണം. ഈ വണ്ടി എടുത്തിട്ട് എനിക്ക് അങ്ങോട്ടേക്ക് കയറണം എന്നില്ല എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹം. അങ്ങനെ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് വന്നിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ഡൗട്ട് ഉണ്ടാവും ഈ വണ്ടി കയറുമോ അങ്ങോട്ടേക്ക്. സത്യം പറഞ്ഞാൽ അത് എനക്കും അറിയില്ല. പിന്നെ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് പോകുന്നു. പിന്നെ ഈ വണ്ടി ഓൾ വീൽ ഡ്രൈവ് ആണ്. അതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ ഏരിയക്കും ഇത് കയറും. കാരണം ഞാൻ ഓഫ് റോഡും അങ്ങനെയുള്ള എല്ലാ ഒരുവിധം കുറച്ച് ടഫായിട്ടുള്ള എല്ലാ ഏരിയക്കും ഈ സാധനം എടുത്തിട്ട് ഞാൻ കയറലുണ്ട്. 4 വീൽ വണ്ടിയെല്ലാം പോകുന്ന ഏരിയക്കും എല്ലാം. അഥവാ കയറുന്നില്ലെങ്കിൽ ഒന്നും കൂടി ബാക്ക് ഇറക്കിയിട്ട് പിന്നെയും കയറ്റുമ്പോൾ കയറുന്നുണ്ട്. പിന്നെ ഇതിന് ഈ ഓഫ് റോഡ് ടയേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഈ വണ്ടിക്ക്. ഈ വണ്ടിക്ക് ഉള്ളത് ഇപ്പോൾ ടയർ എടുക്കാൻ വേണ്ടി പോയാലും നമുക്ക് കിട്ടുന്നത് നോർമലായിട്ടുള്ള ടയേഴ്സ് ഇതിന് കിട്ടുന്നുള്ളൂ. ബാക്കിയുള്ള ടയേഴ്സ് അഥവാ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നോയ്സ് ആയിരിക്കും എന്നല്ല, മറ്റ് ഓടാൻ സുഖം ഉണ്ടാവില്ല എന്നുള്ള ഇങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ഇട്ടിട്ടില്ല. ടയർ കിട്ടാനില്ല ഇതിൻ്റെ. അങ്ങനെ 2-3-4 സ്ഥലത്ത് നോക്കിയിട്ട് എനിക്ക് കണ്ണൂരിൽ നിന്ന് മുക്കൻ ടയേഴ്സിൽ നിന്ന് ഇതിൻ്റെ ടയർ കിട്ടിയത്. അതും 2-3 കമ്പനീസിൻ്റെ സാധനങ്ങളാണ് ഉള്ളത്. ഞാൻ എന്നിട്ട് അങ്ങനെ നോക്കിയിട്ട് എടുക്കുക ചെയ്തേ. അപ്പോൾ അങ്ങനെ കട്ട ടയറോ അങ്ങനെ ഓഫ് റോഡ് ടയറോ ഒന്നല്ല ഉള്ളത്. നോർമലായിട്ടുള്ള റോഡിലോടുന്ന ടയർ ഇട്ടിട്ടാണ് പോകുന്നത്. നമുക്ക് പറ്റുന്നിടത്തെല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യും, പറ്റുന്നിടത്തെല്ലാം നമ്മൾ ഇതിനെ കൊണ്ട് കയറും. അതാണ് പ്ലാന്. അങ്ങനെ ഞാനും അംജിത്തുമാണ് പോകുന്നത്. നമ്മൾ 2 പേരാണ് പോകുന്നത്. പിന്നെ വീഡിയോസ് കാര്യങ്ങളെല്ലാം എല്ലാ ദിവസവും നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാര്യങ്ങളെല്ലാം കാണുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കറിയുന്ന കാര്യങ്ങൾ, പോകുന്ന റൂട്ടിലുള്ള അനുഭവങ്ങൾ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക മെസ്സേജോ കാര്യങ്ങളോ കിട്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചോദിക്കും.